ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ വിവോയുടെ Y300 എന്ന ഒരു ഓഫ്ലൈൻ സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്യണ്ടേ. വിവോയുടെ Y200 ഇതിൻ്റെ പഴയ മോഡൽ അത്യാവശ്യം നല്ല സെയിലൊക്കെ നടന്ന മോഡലാണ്. അതിൻ്റെ ഒരു പുതിയൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 8GB 128GB ആണ് ബേസ് മോഡൽ. അതിൻ്റെ പ്രൈസ് 21,999 ആണ്, അതായത് 22,000 രൂപ. ഒരു ഹയർ വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്, അതായത് 8GB 256GB. അതിൻ്റെ പ്രൈസ് 23,999 ആണ്. സോ 22,000 രൂപയുടെ ഒരു വിവോയുടെ ഫോൺ, അത് മെയിൻലി ഓഫ്ലൈൻ സീരീസ് ഫോണാണ്. ഓൾറെഡി പറഞ്ഞ ഓഫ്ലൈൻ സീരീസ് ഫോണാണ്. അപ്പോൾ ആ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ മാത്രമേ ഈ ഒരു ഫോണിൽ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ. ഇപ്പോൾ ഒരാൾ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാവ് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന ഡിസൈൻ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്യാമറ ഒരു കട്ടൗട്ടൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ iQOO Neo 9 Pro അല്ലെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന iQOO Neo 10 Proയുടെ ആ ഒരു ക്യാമറ കട്ടിങ്സ് ആണ്, ആ ഒരു ഷേപ്പാണ് ഈ ഒരു ഫോണിന് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ കാണാൻ അത്യാവശ്യം ആര് കണ്ടാലും മോശം പറയില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്, എന്നാൽ പോലും കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട്. മെയിൻലി 3 കളർ വേരിയൻ്റായിട്ടാണ് വരുന്നത്. ഒരു സിൽവർ കളർ വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ ഒരു പർപ്പിൾ കൂടെ വരുന്നുണ്ട്. 190 ഗ്രാം വെയിറ്റും 7.8 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. സോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയുള്ള ഫോൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആരാണെങ്കിലും കയ്യിലെടുക്കുന്ന സമയത്ത് വാവ് എന്നൊക്കെ പറയും. അത് മാത്രമല്ല, ബാക്കിലൊരു ഡുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്, ഡുവൽ ഫ്ലാഷ് വരുന്നുണ്ട്. ചേട്ടാ ഇതിൽ ഡുവൽ ഫ്ലാഷ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉണ്ടോ, അങ്ങനത്തെ സംഭവമൊക്കെ വരും. അത് മാത്രമല്ല, വേറൊരു ലൈറ്റ് കൂടെ വരുന്നുണ്ട്, AI ഓറ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് കൂടെ ക്യാമറയുടെ താഴെ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ക്യാമറ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞുതരാം. വേറെ ഒരു ലൈറ്റ് കത്തുന്ന സംഭവമല്ല, അതിനെക്കൊണ്ട് ചില യൂസ്ഫുള്ളൊക്കെ ഉണ്ട്. സോ കാണുന്ന സമയത്ത് ആരാണെങ്കിലും എടുത്തൊക്കെ പോകും. അജാതി ഡിസൈനാണ് ഇവർ ഇതിന് കൊടുത്തിട്ടുള്ളത്. സോ മോശം പറയാനില്ല, നല്ല ഡിസൈനൊക്കെ വരുന്നുണ്ട്. ബട്ട് അങ്ങനൊന്നും പറയാനില്ല, നല്ല ഡിസൈനൊക്കെയാണ്. പിന്നെ ഡിസ്പ്ലേ ഇവിടെ വരുന്നത് 6.67 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD AMOLED 120 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് വരുന്നത്, നോച്ച് വരുന്നില്ല. അജാതി തൊട്ടിത്തരം ഒന്നും വിവോ കാണിക്കാറില്ല. അത് കാണിക്കുന്നത് മറ്റേ സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇവരങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കാറില്ല. സോ പഞ്ച് ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഡിസ്പ്ലേ ആണ്, അതന്നെ നല്ല ഡിസൈൻ ഉണ്ട്, നല്ല ഡിസ്പ്ലേ ഉണ്ട്. ആരാണെങ്കിലും ഒന്ന് വാങ്ങിച്ചു. കാണാൻ ലുക്ക് ലൈക്ക് നല്ല കിടിലൻ ഡിസ്പ്ലേയും നല്ല ഡിസൈനൊക്കെ വരുന്നുണ്ട്. പിന്നെയാണ് ക്യാമറയും വേണമല്ലോ. ഒട്ടുമിക്ക ആൾക്കാരും ഫോണൊക്കെ നോക്കുന്ന സമയത്ത് ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കും. ഇവിടെ 15 MB സോണി IMX 882 കറണ്ട് പോയി, ഇനി കറണ്ട് വന്നിട്ട് എടുക്കാം. ബൈ. അങ്ങനെ കറണ്ട് വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ ഇവിടെ സോണിയുടെ IMX 882 സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നല്ല ക്യാമറയും വരുന്നുണ്ട്. പിന്നീട് പ്രൈമറി ക്യാമറ ഒരു ഡെപ്ത് സെൻസറാണ്, വലിയ ഉപയോഗമൊന്നുമില്ല. ഇതിന് നേരത്തെ പറഞ്ഞ ആ ഒരു ഓറ ലൈറ്റ് ഇല്ലേ, അത് ഉപയോഗിച്ച് നമുക്കിപ്പോൾ നൈറ്റിലൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. ഞാനിവിടെ അതിൻ്റെ ഒരു സാമ്പിൾ കൊടുക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഫോട്ടോസൊക്കെ തന്നെ നമുക്ക് നൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ഫ്ലാഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എടുക്കാം. എന്നാലും ഒരു ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടൊരു പുതിയ ഫീച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി കൊണ്ടുവന്നതെന്നുള്ളൂ, അല്ലാതെ വലിയ കാര്യം അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറയാം, നമ്മുടെ ഫോണിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ 10 ആളോട് പറഞ്ഞിറക്കാമെന്നേ ഉള്ളൂ. ആ യൂസ്ഫുൾ ഉണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. വിവോയുടെ ക്യാമറ അറിയാമല്ലോ, നല്ല ജിഗ വെളുത്തൊക്കെ ഇരിക്കും. അപ്പം ആൾക്കാർക്ക് അതും ഇഷ്ടപ്പെടും. സോ നല്ല ക്യാമറയും ഇതിന് വരുന്നുണ്ട്. ഇനി ഓഫ്ലൈൻ സീരീസ് ഫോൺസിൽ ഇല്ലാത്ത കാര്യം, ആരും അങ്ങനെ കൊടുക്കാത്ത കാര്യമാണ് പെർഫോമൻസ്. ഇതിൽ വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റാണ്. അപ്പം തന്നെ ആൾക്കാർ വാവ് സ്നാപ്ഡ്രാഗൺ ആണോ എന്ന് അറിയും. അവർക്ക് ഒന്നാമത് ഇപ്പം നോർമലായിട്ടുള്ള ഒരാൾക്ക് എന്തായാലും ഏത് സീരീസ് ചിപ്സെറ്റ് ആണെന്ന് അറിയില്ല. ചിലപ്പോൾ ഇത് സ്നാപ്ഡ്രാഗൺ കേട്ടിട്ടുണ്ടാവും, എന്നല്ലാതെ ബാക്കി ഡീറ്റെയിൽസ് അറിയുന്നുണ്ടല്ലോ. അപ്പം സ്നാപ്ഡ്രാഗൺ ആണ് കൊള്ളാമെന്നൊക്കെ പറയും. പക്ഷേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 ആണ്. അതായത് ഒരു 10,000-12,000 രൂപയുടെ ഒക്കെ ഫോണിൽ യൂസ് ചെയ്യുന്ന ചിപ്സെറ്റാണ് ഈ പറയുന്ന 22,000 രൂപയുടെ ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ പോയ ഫോൺ ഇങ്ങനെ അങ്ങ് താന്നു. അപ്പോൾ ആ ഒരു പ്രോസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ പെർഫോമൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റേഞ്ചിലുള്ള പെർഫോമൻസ് ഈ ഒരു ഫോണിൽ വരുന്നില്ല. ആൻഡ്രോയിഡ് സ്കോർ ആകപ്പാട് ഒരു 4 lakh ആ റേഞ്ചൊക്കെ വരും. അത്രയേ ഉള്ളൂ, പെർഫോമൻസ് തീരെയില്ല. അപ്പം ആ കാര്യം ഡൗൺ ഗ്രേഡായി. ഇത്രയും കാര്യങ്ങൾ നല്ല ഹൈപ്പ് കൊടുത്തിട്ട് വന്നു, ലാസ്റ്റ് പെർഫോമൻസ് എത്തുമ്പോൾ ഒറ്റ അടിക്ക് താത്തും. പിന്നെ ഫൺ ടച്ച് OS 14 ആയിട്ടാണ് വരുന്നത്. ബേസ് ഓൺ ആൻഡ്രോയിഡ് 14 ആണ്. ഇതിൽ വരുന്ന 2 വർഷത്തേക്കുള്ള മേജറായിട്ടുള്ള അപ്ഡേറ്റും 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ വിവോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കുഴപ്പമൊന്നുമില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഒന്നും വന്നിട്ടില്ല. അതിപ്പോൾ ബാക്കിയുള്ള വലിയ ഫോൺസിനെ വരാറില്ലല്ലോ.
ചെറിയ ചെറിയ ഫോൺസിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതൊന്നും ഇപ്പോൾ പറഞ്ഞില്ല, ബാക്കിയെല്ലാം തികഞ്ഞല്ലേ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് 5000 mAh ബാറ്ററി, 80 വാട്ടിന് ഫാസ്റ്റ് ചാർജറും വരുന്നത്. അതും അവർക്ക് എടുത്തെടുത്ത് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. 5000 mAh ബാറ്ററി ഉണ്ട് ഇതിൽ, അതുപോലെ തന്നെ 80 വാട്ടിന് ഫാസ്റ്റ് ചാർജറിന് ഇത്രയും വേഗം ചാർജ് കയറുന്നൊക്കെ പറഞ്ഞിട്ട് അതും അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു ഫീച്ചർ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ പിന്നീട് അത് മാത്രമല്ല കുറച്ച് AI ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അത് AI ഇറൈസ് വരുന്നുണ്ട്, എൻഹാൻസറൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള AI ഫീച്ചേഴ്സൊക്കെ തന്നെ ഇൻക്ലൂഡാണ്. അത് അത്രത്തോളം പ്രോപ്പറായിട്ടൊന്നും ഇതിൽ വർക്ക് ചെയ്യുന്നില്ല നോക്കിയ സമയത്ത്. സോ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അങ്ങനത്തെ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ ആദ്യം തന്നെ ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചേട്ടാ ഒരു ഫോണൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വിവോയുടെ ഫോൺ അല്ലെങ്കിൽ ഓപ്പോയുടെ ഫോണാണ് എടുത്ത് കാണിക്കാറ്. അപ്പോൾ വിവോയുടെ Y300 എടുത്ത് കാണിച്ചു. ഡിസൈൻ വൈസ് നല്ല ഡിസൈനാണല്ലോ ഉള്ളത്, ബാക്കിൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അതുപോലെ ഡിസ്പ്ലേ നോക്കുമ്പോൾ അമോലെഡ് ആണല്ലേ, നല്ല ഡിസ്പ്ലേ ആണ്. പിന്നെന്താ പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വരുന്നുണ്ട്, 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 80 വാട്ടിന് ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആൾക്കാർ നല്ല ഫോണാണല്ലോ, 22,000 രൂപയ്ക്ക് നല്ല വേർത്താണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് വാങ്ങും. അപ്പം അങ്ങനത്തെ മോഡലാണ് വിവോയുടെ Y300. അല്ലാതെ ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊന്നും പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ അല്ല. പിന്നീട് ചിലപ്പോൾ വന്നേക്കാം. ഇപ്പം അതൊന്നും അവിടെ അവൈലബിൾ അല്ല. അകപ്പാട് ഇവരെ വെബ്സൈറ്റിൽ മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നീട് ഷോപ്സിലൊക്കെ തന്നെ കാണും. സോ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഷോപ്പിലൊക്കെ പോയി വാങ്ങുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്നും കാണുന്നില്ല, അല്ലാത്തവർ മാത്രമേ കാണുള്ളൂ. സോ അങ്ങനെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പോയി പെട്ടേക്കല്ലേ, വേറെ ഒരുപാട് നല്ല നല്ല ഫോൺസ് അവൈലബിൾ ആണ്. ഇതൊന്നും പോയിട്ട് വാങ്ങിയേക്കല്ലേ, കാരണം ജാതി കൂതറായിട്ടുള്ള ഫോണാണ്. ഒന്നുമില്ല ഇതിൽ. മെയിൻലി വിവോയുടെ ബാക്കി T സീരീസ് ഫോൺസൊക്കെ ഈ റേഞ്ചിൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ നോക്കുമ്പോൾ ഇവൻ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ, വേറെ ഇങ്ങനെ കുറ്റം പറയാനൊക്കെ ആവുന്നില്ല. അത്രയേ ഉള്ളൂ. ബാക്കി പെർഫോമൻസ് മെയിൻലി ചിപ്സെറ്റാണ് ഇതിൻ്റെ ശോകം. അത് അൾട്ടിമേറ്റ് ശോകമാണ്. കുറച്ചും കൂടെ നല്ലതാണെങ്കിൽ പിന്നെയും പറയായിരുന്നു. ഇത് യാതൊരു കോണമില്ലാത്ത ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കോണമില്ലാത്ത ആ ബഡ്ജറ്റിൽ കോണമില്ലാത്തതാണല്ല, ചിപ്സെറ്റ് മോശമല്ല. ഒരു 10,000-12,000 രൂപ റേഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷേ 22,000 രൂപയിലേക്ക് വരുമ്പോൾ ഇത് വെറും കൂതരാണ്. സോ ഈ ഫോൺ ആരും അറിയാതൊന്നും പോയിട്ട് വാങ്ങരുത്, വാങ്ങി വീഴരുത്. നോർമൽ യൂസിനൊക്കെ ആണെങ്കിലൊന്നും കുഴപ്പമില്ല. അല്ലാത്ത രീതിയിൽ ഒരു ബെസ്റ്റ് ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആരും പോയിട്ട് വാങ്ങരുത് കേട്ടോ, അത്രക്കും ഊള ഫോണാണ്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.